ഗലീല കടലിലെ വെള്ളം രക്തവർണമായി. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ച അസാധാരണമായ ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. 2025 ഓഗസ്റ്റ് 8 ഇസ്രായേലിലെ പ്രസിദ്ധമായ ഗലീല കടൽ അപ്രതീക്ഷിതമായി രക്തവർണമായി മാറിയത്. തീരങ്ങളിലേക്ക് ചുവന്ന തിരമാലകൾ അടിച്ചു കയറിയപ്പോൾ കണ്ടു നിന്നവർ അമ്പരന്നുപോയി. ഇത് വെറും ഒരു പ്രകൃതിയുടെ പ്രതിഭാസമായിരുന്നോ, അതോ ബൈബിളിൽ പറയുന്നത് പോലെ അന്ത്യകാലത്തിന്റെ ഒരു അടയാളമാണോ? ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. പലരും ഇതിനെ മോശയുടെ കാലത്ത് നൈൽ നദി രക്തമായി മാറിയ സംഭവവുമായി താരതമ്യം ചെയ്തു. ഒപ്പം അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നായി നിരവധി പേർ ഇതിനെ വിശദീകരിച്ചു. സത്യത്തിൽ കടലെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഗലീല കടൽ. ഇസ്രായേലിന്റെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗലീല കടലിന് വിവിധ പേരുകളുണ്ട്. ബൈബിളിൽ ഇതിനെ തിബരിയാസ് എന്നും ഗെനസരേത്ത് എന്നും വിശേഷിപ്പിക്കുന്നു. പ്രാദേശികമായി ഇത് കിന്നരേത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏകദേശം 21 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ വീതിയുമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തടാകമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 213 മീറ്റർ താഴെയാണ് ഇതിന്റെ സ്ഥാനം. വടക്ക് നിന്ന് യോർദാൻ നദി ഇതിലേക്ക് ഒഴുകിയെത്തുകയും തെക്ക് ഭാഗത്തുകൂടെ അത് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ബൈബിൾ ഭൂമിശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, ഈ തടാകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗം നടന്നത് ഗലീലയുടെ തീരങ്ങളിലാണ്. കഫർനഹൂം, തിബരിയാസ് തുടങ്ങി നിരവധി പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഈ കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യേശു ഇവിടെ വെച്ച് ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു, ഉപമകൾ സംസാരിച്ചു, വെള്ളത്തിന് മീതെ നടന്നു, കടലിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകി, മീൻപിടുത്തക്കാരായ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയ ശിഷ്യന്മാരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് വാഗ്ദാനം നൽകി കൂടെ ചേർത്തതും ഗിരിപ്രഭാഷണം നടത്തിയതും ഒക്കെ ഈ ഗലീലയുടെ തീരങ്ങളിൽ വെച്ചാണ്. ഈ പ്രദേശം യേശുവിന്റെ കാലത്ത് വലിയ പ്രാധാന്യമുള്ള സ്ഥലമൊന്നും ആയിരുന്നില്ല. നിരവധി വ്യാപാര പാതകളുടെ ഒരു സംഗമ സ്ഥാനമായിരുന്നെങ്കിലും യെരുശലേം പോലെ രാഷ്ട്രീയ പ്രാധാന്യമോ സാമ്പത്തിക കേന്ദ്രമോ ഒന്നും ആയിരുന്നില്ല ഈ ഗലീല തടങ്ങൾ. സാധാരണക്കാരായ കർഷകരും മത്സ്യത്തൊഴിലാളികളും ഒക്കെ ജീവിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. എന്നാൽ വെറും ഒരു ജലാശയം എന്നതിനപ്പുറം യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഒരു വിശുദ്ധ ഭൂമിയായിട്ടാണ് വിശ്വാസ സമൂഹം ഇതിനെ കാണുന്നത്. അതിനാൽ തന്നെ ഗലീല കടലിലെ വെള്ളം രക്തവർണമായി മാറുന്നത് പോലെയുള്ള ഒരു നാടകീയ സംഭവം ഈ പ്രത്യേക സ്ഥലത്ത് നടക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയ വിശദീകരണങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിനെ ഒരു ദൈവിക അടയാളമായോ ശകുനമായോ ഒക്കെ വ്യാഖ്യാനിക്കുവാൻ ആളുകൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. വെള്ളം രക്തമായതിന്റെ പിന്നിലുള്ള ശാസ്ത്രം അന്വേഷിച്ചാൽ പ്രകൃതിയുടെ ഒരു സാധാരണ പ്രതിഭാസം എന്ന് മാത്രമാണ് അതിന്റെ വിശദീകരണം. ഇസ്രായേലിന്റെ പരിസ്ഥിതി മന്ത്രാലയവും ജല അതോറിറ്റിയും ഔദ്യോഗികമായി തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒരു മൈക്രോ ആൽഗയുടെ അമിതമായ വളർച്ചയാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ ആൽഗകൾ ലോകമെമ്പാടുമുള്ള ഉപ്പുവെള്ളത്തിലും ശുദ്ധജലത്തിലും ഒക്കെ കാണപ്പെടുന്നത് തന്നെയാണ്. എന്നാൽ ഇവിടെ അത് അമിതമായ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശക്തമായ സൂര്യപ്രകാശത്തിന് വിധേയമാകുമ്പോൾ അവ ഒരു സ്വാഭാവിക ചുവപ്പ് നിറമുള്ള പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് വെള്ളത്തിന് രക്തവർണമായ ചുവപ്പ് നിറം നൽകുന്നത്. ഈ പിഗ്മെന്റ് വിഷമുള്ളതല്ലെന്നും മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലെന്നും അധികാരികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ആൽഗകൾ നിറഞ്ഞ വെള്ളവുമായുള്ള സമ്പർക്കം മൂലം അലർജി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കിന്നരേത്ത് ഗവേഷണ ലബോറട്ടറി നടത്തിയ പരിശോധനകളിൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഗലീല കടൽ ഇപ്പോഴും ആളുകൾക്ക് നീന്തുവാൻ പോലും സുരക്ഷിതമായ ഇടമാണെന്ന് അധികൃതർ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. മനുഷ്യർക്ക് നേരിട്ട് ഹാനികരമല്ലെങ്കിലും ആൽഗയുടെ അമിത വളർച്ചയ്ക്ക് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്നും ശാസ്ത്രകാരന്മാർ പറയുന്നുമുണ്ട്. വലിയ തോതിൽ ഈ ആൽഗ ഉണ്ടാകുന്നതിലൂടെ വെള്ളത്തിനടിയിലേക്ക് സൂര്യപ്രകാശം കടക്കുന്നത് തടയപ്പെട്ടേക്കാം. അതുമൂലം വെള്ളത്തിനടിയിലുള്ള മറ്റ് ജലസസ്യങ്ങൾക്കും ജീവികൾക്കും അത് ദോഷകരമായി ബാധിക്കുകയും ഈ ആൽഗകൾ മരിക്കുമ്പോൾ അത് അടിത്തട്ടിൽ അഴുകുകയും ചെയ്യുന്നു. അങ്ങനെ വെള്ളം മലിനമാകാനുള്ള സാധ്യതകളുണ്ട്. വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇത് മത്സ്യങ്ങൾക്കും മറ്റ് ജലജീവികൾക്കുമെല്ലാം ഗുരുതരമായ ദോഷമുണ്ടാക്കിയേക്കാം.
ഇങ്ങനെ ആൽഗകൾ പെരുകുവാൻ പല കാരണങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു. ആഗോള താപനം മൂലം ഗലീലക്കടലിലെ വെള്ളത്തിന്റെ താപനില വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ശക്തമായ സൂര്യപ്രകാശം, ഫോസ്ഫറസിന്റെയും നൈട്രജന്റെയും ഒക്കെ വർദ്ധിച്ച തോതിലുള്ള സാന്നിധ്യം, ഇങ്ങനെ പല ഘടകങ്ങൾ ഈ ആൽഗയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലിൽ ഗലീല കടലിൽ ഇതുപോലെയുള്ള ചുവന്ന വെള്ളത്തിന്റെ പ്രതിഭാസം മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. 2022 ചാവുകടൽ പ്രദേശത്തെ ചില ഗ്രാമങ്ങളിൽ വെള്ളം ചുവന്ന നിറമായി മാറിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ബൈബിളിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ഈ ഗലീല കടലിലെ ചുവന്ന നിറമായത് കണ്ടപ്പോൾ പലർക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് പുറപ്പാട് പുസ്തകത്തിൽ ഈജിപ്തിലെ 10 ബാധകളിൽ ആദ്യത്തേതായ നൈൽ നദി രക്തമായി മാറിയ സംഭവമാണ്. പുറപ്പാട് 7:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം അത് വായിക്കുന്നുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് നൈൽ നദിയെ വെള്ളത്തിൽ അടിക്കും, അത് രക്തമായി മാറും. ഈജിപ്തിലെ നൈൽ നദി രക്തമായി മാറിയത് ദൈവത്തിന്റെ ന്യായവിധിയുടെ അടയാളമായിരുന്നു. ഇനി അന്ത്യകാലത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളിലും വെള്ളം രക്തമായി മാറുന്നതിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 8:8-9 വാക്യങ്ങളിൽ രണ്ടാമത്തെ ദൂതൻ കാഹളമൂതി, അപ്പോൾ തീ കത്തുന്ന ഒരു വലിയ മല പോലെ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു, കടലിന്റെ 1/3 ഭാഗം രക്തമായി മാറി. വെളിപ്പാട് 16:3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, മൂന്നാമത്തെ ദൂതൻ തന്റെ പാത്രം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി മാറി. ഇങ്ങനെ വെള്ളം രക്തമായി മാറുന്നതിനെ കുറിച്ചുള്ള പ്രവചനം പ്രതീകാത്മകമായ ഒരു വിവരണമായി മാത്രം കരുതുന്നവരുണ്ട്. എന്നാൽ അത് ലോകത്തിൽ അതുപോലെ തന്നെ ശുദ്ധജല സ്രോതസ്സുകളെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുമുണ്ട്. ഇതിനിടയ്ക്ക് യെരുശലേമുമായി ബന്ധപ്പെട്ട, ഇസ്രായേലുമായി ബന്ധപ്പെട്ട, യഹൂദനുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കൂടെ നടന്നത് ഇതിനോട് ചേർത്ത് വായിക്കുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഗലീല കടലിലെ സംഭവത്തിന് തൊട്ടു മുമ്പ് വടക്കൻ ഇസ്രായേലിൽ ഒരു ചുവന്ന പശുവിനെ ബലി അർപ്പിക്കുന്നതിന്റെ ഒരു പരിശീലന ചടങ്ങ് നടന്നുവെന്ന വാർത്തയും ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി പലരും വ്യാഖ്യാനിക്കുന്നത് കണ്ടു. സംഖ്യാപുസ്തകം 19 വിവരിക്കുന്ന പുരാതന ശുദ്ധീകരണ ചടങ്ങ് യെരുശലേമിൽ യഹൂദ ദേവാലയം പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണെന്നാണ് വ്യാഖ്യാനം. അതൊരു മശിഹ യുഗത്തിലേക്ക് യഹൂദ ജനത നയിക്കപ്പെടുന്നു എന്നുള്ള ഒരു പൊതുവിലുള്ള ഒരു ചിന്ത ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളുടെ ഇടയിലും വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മെസ്സിയാനിക് ജൂതന്മാരുടെ ഇടയിലും ആ വിശ്വാസമുണ്ട്. ചുവന്ന പശുവിന്റെ ചാരം വെള്ളവുമായി കലർത്തി പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നെന്നാണ് വിശ്വാസം. ഏതായാലും ഈ ചുവന്ന പശുവിന്റെ യാഗവും ഗലീല കടലിലെ ചുവപ്പ് നിറവും തമ്മിലുള്ള അടുത്ത സമയബന്ധം വിശ്വാസികൾക്കിടയിൽ ഈ പ്രവചന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുവാനായിട്ട് ഇതൊരു കാരണമായി എന്ന് നമുക്ക് ചിന്തിക്കാം. ബൈബിൾ ഈ കാലഘട്ടത്തെ അന്ത്യകാലം അല്ലെങ്കിൽ അവസാന നാളുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലും തിമോഥെയോസിന്റെ ലേഖനത്തിലും ദാനിയേൽ പ്രവചനത്തിലും ഒക്കെ ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അന്ത്യകാലത്തെക്കുറിച്ചുള്ള നിരവധി വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരേ സമയം ഇത് പല അടയാളങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ അതിന് ചില പ്രാധാന്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. വ്യാപകമായ യുദ്ധങ്ങൾ നടക്കുന്നു, രാഷ്ട്രം രാഷ്ട്രത്തോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്നു, ക്ഷാമമുണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, വലിയ മഹാമാരികളും ഭയങ്കരമായ പകർച്ചവ്യാധികളും ഉണ്ടാകുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ധാർമ്മിക നിലവാരത്തിൽ വലിയ തകർച്ച ഉണ്ടാകുന്ന ആളുകൾ നന്ദിയില്ലാത്തവരും വിശ്വസ്തതയില്ലാത്തവരും സ്നേഹമില്ലാത്തവരും സ്വയം നിയന്ത്രണമില്ലാത്തവരും അഹങ്കാരികളും ഒക്കെയായി മാറുന്നു. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. മനുഷ്യർ ഭൂമിയെ നശിപ്പിക്കുമെന്ന വെളിപ്പാട് 11:18 അനുസരിച്ചും നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ കാലത്തും ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വാർത്താ മാധ്യമങ്ങളുടെ സ്വാധീനം മൂലം നമ്മുടെ കണ്ണിന്റെ മുൻപിൽ അത് കാണത്തക്ക നിലയിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ അസാധാരണമാം വിധം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പൊതുബോധം ജനങ്ങളിൽ ഉണ്ടാകുന്നു. ഈ കണക്കുകൾ പരിശോധിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് പല ശാസ്ത്രീയമായ അടിത്തറകളുണ്ട്, കാരണങ്ങൾ പറയുവാനുണ്ട്. ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പല കാരണങ്ങൾ ശാസ്ത്രം അതിന് നിരത്തുന്നുണ്ടെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ അന്ത്യകാല പ്രവചനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന വാർത്തകൾ, യുദ്ധങ്ങൾ, ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ ഒരു
സമീപത്തേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്ന ഒരു പൊതുബോധത്തിലേക്ക് വിശ്വാസ സമൂഹം എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ഗലീല കടലിൽ ചുവപ്പ് നിറം വ്യാപിച്ചു, വെള്ളം രക്തവർണ്ണമായി. അങ്ങനെ വന്നപ്പോൾ ഈ പ്രവചനങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളിലേക്ക് ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഗലീല കടലിലെ വെള്ളത്തിനുണ്ടായ ചുവപ്പ് നിറം ആൽഗയുടെ അസ്വാഭാവികമായ വളർച്ച മൂലം സംഭവിച്ചതാണെന്നും സൂര്യപ്രകാശത്തോടുള്ള അതിന്റെ പ്രതികരണമാണെന്നും ശാസ്ത്രം വിശദീകരിക്കുമ്പോൾ ബൈബിൾ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അന്ത്യകാലവുമായി ബന്ധപ്പെടുത്തി ഇതിനെക്കുറിച്ച് പഠിക്കുവാനും അറിയുവാനും താല്പര്യമുണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും ഗലീല കടലിലെ ഈ ചുവപ്പ് നിറം ഒരു ശാസ്ത്ര കൗതുകമാണോ, അതോ ഒരു ദൈവിക അടയാളമാണോ, അതോ രണ്ടും കൂടിയാണോ എന്ന് ഓരോ വ്യക്തികളും അവരവരുടെ കാഴ്ചപ്പാടിനെ അനുസരിച്ച് വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തു തോന്നുന്നു? ഇതൊരു ശാസ്ത്രീയമായ കൗതുകം മാത്രമാണോ, അതോ ദൈവികമായ ഇടപെടലാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷൻ ഉണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.